ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, ഫൈനലി നമ്മുടെ ഗെയിമിലേക്ക് ഒരു സിറ്റി ആഡ് ആയിട്ടുണ്ട്. ആ സിറ്റീനെ കുറിച്ചൊക്കെ ഞാൻ ഇന്ന് പറഞ്ഞുതരാം. സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു സിറ്റി അല്ല, ഒരു ചാകരയാണ് നമുക്ക് ആഡ് ആയിട്ടിരിക്കുന്നത്. അപ്പം അതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഓടിപ്പോന്ന് ലൈക്ക് ചെയ്യണം. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കണം, എന്നാൽ മാത്രമേ എൻ്റെ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതെങ്ങനെ എടുക്കുന്നതെന്ന് പറഞ്ഞു തരുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ഈ ഒരു സംഭവമാണ്. നമ്മുടെ ഒരു ചെറിയ കമ്പ്യൂട്ടർ ലാബ് പോലെ ഒരു സോഫയും ടേബിളും ഒക്കെ ഇട്ടിട്ട്, പിന്നെ നമുക്കിത് ഈ കയറിപ്പോകുന്ന ഒരു പ്രോപ്സ് വന്നിട്ടുണ്ട്, സിമ്പിളായിട്ട് കയറിപ്പോകാൻ. മണ്ടയിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മണ്ടയിലൊന്നും വന്നില്ല. മണ്ടയിൽ നമ്മുടെ സാധാരണ ജിം പോലെ തന്നെയാണ്. നമുക്ക് താഴെ പോകാം. പിന്നെ താഴെ ഇവിടെ പുതിയതായിട്ടൊരു സോഫയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് സ്മൂത്തായിട്ട് ആ പ്രോപ്സ് വഴിയൊക്കെ പോകാവുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത കാര്യം നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഡിഫൻഡറിനെ ബ്ലാക്ക് കളറൊക്കെ ആക്കിയിട്ടുണ്ട്. ഡിഫൻഡറിന് എപ്പോഴും ചേരുന്ന ബ്ലാക്ക് കളറാണ്. അപ്പോൾ നമുക്ക് അതിന് തന്നെ പുറത്തോട്ട് പോകാം. പുറത്തോട്ട് പോയിട്ട് നമ്മുടെ ആദ്യം വന്ന ഒരു സംഭവം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു ചെറിയ കഫേയാണ്. അത് നമ്മുടെ ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന സ്ഥലമില്ലേ, ഒരു ടേബിൾ മാത്രം ഇട്ടിട്ട് ഈ കുറച്ച് പേരൊക്കെ മാത്രം കയറുന്ന കട. ഇതൊക്കെ റിച്ചുകൾക്ക് പറ്റിയാണ്, പക്ഷേ കാശ് കുറവുള്ളവർക്ക് ഒന്നും പറ്റത്തില്ല. ഇവിടെ ഭയങ്കര റേറ്റാണ്. അപ്പോൾ ഇത് നമ്മൾ കണ്ട്. ഇനി നമുക്ക് നേരെ ഡിഫൻഡർ എടുത്ത് അടുത്ത സ്ഥലത്തോട്ട് പോകാം. അടുത്ത സ്ഥലത്തോട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹാൾ വന്നിട്ടുണ്ട്. എന്തിൻ്റെ ഹാളാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഏതായാലും അവർ എന്തിൻ്റെ ഹാളായാലും അവർ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. ഇവിടെ എന്തോ ഒരു സംഭവം പ്രോപ്സ് പോലെ എന്തോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ വഴി തന്നെ ഇറങ്ങിപ്പോകാൻ വേണ്ടി ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിഫൻഡർ എടുത്തുകൊണ്ട് അടുത്ത കാര്യം കാണാൻ പോകും. അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ളത് ഈ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തുള്ള ഒരു വീടാണ്. ഈ വീട് നമ്മുടെ വീടിൻ്റെ അതുപോലൊന്നുമല്ല. നമ്മുടെ വീടിനേക്കാൾ നല്ല എനിക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടാണ്. നമ്മുടെ ഇവിടെ തന്നെ ഒരു ഗ്യാരേജ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി ഒരു വഴിയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ കുറച്ച് ഹോം അപ്ലയൻസസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അവിടെയായിട്ടൊരു ബെഡ്റൂമൊക്കെ ഉണ്ട്. നമ്മുടെ ഒരാൾക്ക് താമസിക്കാൻ ഈ ഒരു വീട് തന്നെ ധാരാളം. മറ്റേ വീടൊന്നും ഇവന് മാത്രം താമസിക്കാൻ വേണ്ടി അത്രയും വലിയ വീടിനൊന്നും ആവശ്യമില്ല. കെട്ടിക്കഴിഞ്ഞ് ഭാര്യയും പിള്ളേരും ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ പോട്ടെ നോക്കാം. അപ്പം നമ്മുടെ ബീച്ചിൽ 2 ഐറ്റംസ് വന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് പോലെ ഒരു സംഭവം വന്നിട്ടുണ്ട് ഗൈസ്. ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ലൈറ്റ് ഹൗസ്. അപ്പോൾ ഇവിടെ കയറുമ്പോൾ തന്നെ ഒരു പൈൻ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ അങ്ങനെ പാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കഴിയപ്പോൾ ഇറങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ വഴി കൂടെ പോയിട്ടുണ്ട്. ഇത് അടിപൊളി ലൈറ്റ് ഹൗസാണ്, എനിക്കിഷ്ടപ്പെട്ട്. നമുക്കിങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഒരു സംഭവമാണ്, ഇങ്ങനെ ഒരു ഫ്ലാഗിൻ്റെ അപ്പുറത്തൊരു കോലൊക്കെ വെച്ച പോലെ. എനിക്ക് എന്നാണ് പിടിയിട്ടിട്ടില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം അവിടെ കയറുമ്പോൾ തന്നെ നമുക്കൊരു സ്ലൈഡ് പോലത്തെ സംഭവമാണ് നമുക്ക് കാണുന്നത്. അതിൻ്റെ മണ്ടയിലോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും ഒരു ബെഡ്റൂം പോലെ ചുമ്മാ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ അപ്പുറത്തും ഒരു ഡോറുണ്ട്. പിന്നെ നമ്മൾ പഴയ പ്ലേസിൽ തന്നെ തിരിച്ചു വരും. ഇവിടെ ഒരു കിച്ചൺ പോലെ എന്തോ ഉണ്ട്. പിന്നെ നമുക്കൊരു സ്റ്റെപ്പ് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. നമ്മൾ ആ സ്റ്റെപ്പിൻ്റെ മണ്ടയിൽ കൂടെ കയറി പോകണം. ഇവിടെ യെല്ലോ ആയിട്ടൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചുമ്മാ ഒരു ഹാള് പോലെ ചുമ്മാ ഒരു ബ്ലാങ്ക് ആയിട്ട് ഇട്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് കടലാണ് ഗൈസ്. അപ്പോൾ നമുക്ക് താഴോട്ട് പോകാം. എനിക്കിഷ്ടപ്പെട്ടാണ് ഈ ലൈറ്റ് ഹൗസ്, നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ട്. ആ ഒരു നമ്മുടെ സ്റ്റെപ്പിനേക്കാൾ നല്ല ഈ ഒരു സ്ലൈഡ് തന്നെയാണല്ലേ, അതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ സ്റ്റെപ്പൊക്കെ ആണെങ്കിൽ താമസിച്ച് നല്ല സ്മൂത്തായിട്ട് കയറി പറ്റത്തില്ല. പക്ഷേ ഈ സംഭവമാണെങ്കിൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ കയറി പോകാൻ പറ്റും. അപ്പോൾ അടുത്തത് നമുക്കൊരു പാലസ് വന്നിട്ടുണ്ട്. ഇതിൽ ഒത്തിരി സാധനം വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇതെങ്ങനെ എടുക്കണ്ടതെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഫുള്ളും പോയി കണ്ടാൽ മതി. പാലസ് കാണുന്നതിന് മുന്നേ നമുക്കൊരു ബ്രിഡ്ജ് കാണാം. ഇതെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ ലണ്ടനിൽ സ്ഥിതി ചെയ്യുന്ന ലണ്ടൻ ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന ഒരു ബ്രിഡ്ജാണ്. അതുപോലെ തന്നെ ആ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യിക്കുന്ന പോലെ തന്നെ അവർ നല്ല ഡീറ്റെയിലിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കയറുമ്പോൾ തന്നെ നമുക്ക് റോഡ് കാണാം. ആ റോഡിലൂടെ പോകണം. ഒരു ലൈറ്റ് പിങ്ക് കളറാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. വരുന്നുണ്ട്. ആ ഓരോരോ വൈറ്റ് ലൈൻസും ഒക്കെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഈ ബ്രിഡ്ജ് എൻഡ് ചെയ്യാൻ പോവാണ്. അതുവഴി ഇപ്പോൾ റോഡുണ്ട്. ഞാനിപ്പോൾ ഇതുവഴി നൈസിനെ ആടിയിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് നമ്മുടെ പാലസ്. ഇനി നമുക്ക് പാലസ് കാണാൻ പോകാം. ആ ബ്രിഡ്ജിൻ്റെ അധ്യായം അവിടെ കഴിഞ്ഞിരിക്കുന്നു. അത് നമുക്ക് പെട്ടെന്ന് തന്നെയാണ് തീർന്നത്. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അതുകൊണ്ട് നമ്മളത് ക്രോസ് ചെയ്തിട്ട് നേരെ പാലസ് കാണാൻ വന്നു. കയറുമ്പോൾ തന്നെ നമുക്കൊരു ഇത് കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ അത് അപ്പുറത്ത് കടലാണ് ഗൈസ്. ഇത്രയുള്ള ഈ ഒരു ഗ്രൗണ്ട്. പിന്നെ അതിലൂടെ നമുക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു വഴിയുണ്ട്. കാറ് കയറ്റാൻ പറ്റാത്തതുകൊണ്ടാണ്.
അപ്പോൾ ഒത്തിരി ചെയ്താൽ നമ്മുടെ ടൈം ലിമിറ്റ് കൂടിപ്പോവും. കാർ കയറ്റാൻ പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നെ. ഇത് കുറേ ഉണ്ട് ഗൈസ് കാർഡ്. നിങ്ങൾക്ക് എങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയി ഗെയിമിൽ പോയി ചെയ്താൽ മതി, ഞാൻ പറയുന്ന പോലെ തന്നെ. എന്നിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും കണ്ടോ. നമ്മുടെ റെയിൽവേ സ്റ്റേഷനൊക്കെ അടുത്തൊരു ലാബൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കുറേ ഹൗസ്, കുറേ വില്ലേജ് ഹൗസൊക്കെ ആഡ് ചെയ്ത് നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റുന്നതൊക്കെ. അതൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. നല്ലതാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. പോകുന്ന വഴി നമ്മൾ ചെറുതായിട്ടൊന്ന് വേസ്റ്റ് ആയിപ്പോയി. അപ്പോൾ നമ്മൾ അടുത്ത ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ട് മസ്താങ്ങൊക്കെ എടുത്താണ് പോയത്. മസ്താങ്ങൊക്കെ ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കുകയാണ്. ഒരു തുരങ്കം കണ്ട് ഗൈസ്, ആ തുരങ്കത്തിലോട്ട് കയറാമെന്ന് വിചാരിച്ച്. ഈ പുതിയ സിറ്റിയിൽ നിന്ന് തുരങ്കമൊക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല ഗൈസ്. ഇത് റെയിൽവേ ട്രാക്കിൻ്റെ തുരങ്കമാണ്. അപ്പോൾ നമുക്കിത് ഇതുവഴി ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ഒരു വെളിച്ചമൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ തുരങ്കത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാടുണ്ട് ഗൈസ് കാണാൻ. നിങ്ങളേതെങ്കിലും കാണണം, ഞാൻ പറയുന്നതാണ്. ഇതെങ്ങനെ എടുക്കുക, ഈ സിറ്റിയുടെ ലിങ്ക് എങ്ങനെ എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് നിങ്ങൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്ത് വെക്കാം. ആ പേസ്റ്റ് ചെയ്ത ലിങ്ക് നിങ്ങൾ ഇൻ്റർനെറ്റിൽ വന്ന് പേസ്റ്റ് ചെയ്യണം. ചാടിക്കയറി പേസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഇൻ്റർനെറ്റ് ഓണാക്കാൻ മറക്കരുത്. ഇൻ്റർനെറ്റ് എപ്പോഴും കമ്പൽസറി ആയിട്ട് ഓൺ ആയിരിക്കണം, ഇല്ലെങ്കിൽ എറർ എന്ന് പറഞ്ഞ് കാണിക്കുന്നതായിരിക്കും. 10 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫയൽ ലോഡായി കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഐറ്റംസൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആവുക തന്നെ ചെയ്യുന്നതായിരിക്കും. നമ്മളെല്ലാം ഒന്ന് റിഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഗെയിം റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതുപോലത്തെ ലിങ്കും നമ്മുടെ ഗെയിമിലേക്ക് വരുന്ന അപ്ഡേറ്റും ഒക്കെ ഞാൻ നിങ്ങളെ മാക്സിമം ടൈമിൽ തന്നെ അറിയിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഇനി ഞങ്ങൾക്ക് വേണം. അപ്പം ഇനി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ഓടിപ്പോയി ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.